നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. രാവിലെയായിരുന്നു അപകടം. കാസർഗോഡ് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. പോലീസിന്റെ സംയോജിത ഇടപെടലിൽ പ്രതി പിടിയിൽ. പുതുമ സ്വദേശിനിയുടെ പക്കൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. കോട്ടയം ആനിക്കാട് സ്വദേശി ആന്റണി വിൻസെന്റാണ് കാസർഗോഡ് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന്റെ നൊമ്പരമായി. കാസർഗോഡ് സ്വദേശിനിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ജീവനക്കാരിയും കണ്ണൂർ സ്വദേശിയുമായ യുവാവുമാണ് ജീവനൊടുക്കിയത്. തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ല. തൃക്കരിപ്പൂർ നടക്കാവിലെ വിവിധോദ്ദേശ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയറിഞ്ഞ് സന്ദീപ് വാര്യർ MLA നടക്കാവിലെത്തി. പ്രവാസത്തിന്റെ ഓർമ്മകളുമായി കാസർഗോഡൻ കൂട്ടായ്മയുടെ ക്യൂട്ടിക് സംഗമം നടന്നു. പരിപാടി പഴയകാലത്തെ കഥകളും കൂട്ടായ്മയുടെ ഊഷ്മളതയും നിറഞ്ഞ സായാഹ്നം സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കാർക്കും പരിക്കില്ല. രാവിലെയായിരുന്നു സംഭവം. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കാർക്കും പരിക്കില്ല. റോഡിലേക്ക് പടർന്നു കയറിയ കാട് ഒഴിവാക്കി പോകുന്നതിനിടെയാണ് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞത്. നെല്ലിക്കുന്ന് ബങ്കരക്കുന്നിലാണ് അപകടമുണ്ടായത്. നെല്ലിക്കുന്ന് AUP സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന തങ്ങൾ ഉപ്പാപ്പ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG UKG വിദ്യാർത്ഥികളും ബസ്സിലുണ്ടായിരുന്നു. ബസ്സിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നതായാണ് വിവരം. ബങ്കരക്കുന്നിലെ റോഡ് മാസങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിലാണ്. ഇതിനു പുറമെ റോഡിന്റെ വശങ്ങളിൽ കാട് വളർന്ന് റോഡിലേക്ക് പടർന്നു കയറിയ നിലയിലുമായിരുന്നു. ഇറക്കത്തിൽ കൂടി ബസ് പോകുന്നതിനിടെ റോഡിലേക്ക് വളർന്നു നിന്ന കാട് കുട്ടികളുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ ബസ് വെട്ടിക്കുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് ബസ് ഡ്രൈവർ അക്ബർ പറഞ്ഞു. ബസ് റോഡിന്റെ വശത്തേക്ക് നീങ്ങി കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളെ ബസ്സിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തു. വലിയ അപകടത്തിന് സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും കുട്ടികൾക്ക് പരിക്കേൽക്കാതിരുന്നത് ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. പോലീസിന്റെ സംയോജിതമായ ഇടപെടലിൽ പ്രതി പിടിയിൽ. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് അറസ്റ്റിലായത്. ട്രെയിനിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം പോലീസിനെയും യാത്രക്കാരെയും ഒരുപോലെ പരിഭ്രാന്തിയിലാഴ്ത്തി. രാത്രിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ബോംബ് വച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി സന്ദേശം. ഇതേ തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസ് നായയും ട്രെയിനുകളിൽ പരിശോധന നടത്തി. ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും കാസർഗോഡ് റെയിൽവേ പോലീസിലേക്കും ഇന്നലെ രാത്രിയോടെ 112 നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. തുടർന്ന് ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് പ്രതി കാഞ്ഞങ്ങാട്ടുള്ളതായി വ്യക്തമായി. പിന്നാലെ ലൊക്കേഷൻ മാവുങ്കാലിൽ കാണിച്ചു. മാവുങ്കാലിൽ നിന്നും കാഞ്ഞങ്ങാട് DYSP അനിൽകുമാർ, CI ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് പിടിയിലായത്. പ്രതിക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട മലബാർ എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയത്ത് CRPFും RPFും സംയുക്തമായി ട്രെയിൻ വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ ബോംബോ മറ്റ് സംശയാസ്പദമായ വസ്തുക്കളോ കണ്ടെത്തിയില്ല. കണ്ണൂർ ഭാഗത്തുനിന്ന് മംഗളൂരു വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയം ട്രെയിൻ വിശദമായി പരിശോധിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ 2 സ്ത്രീകൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചെന്നും സ്ത്രീകളുടെ കൈവശം ബോംബ് ഉള്ളതായി കരുതി പോലീസിനെ വിളിച്ചതാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പ്രതി മനഃപൂർവ്വം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബോംബ് ഭീഷണി സന്ദേശം നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൈക്കോടതി വഴി വിവാഹമോചനം വേഗത്തിലാക്കി നൽകാമെന്നും ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പൂജകൾ നടത്താമെന്നും വിശ്വസിപ്പിച്ചു കാസർഗോഡ് ഉദുമ സ്വദേശിനിയായ സ്ത്രീയുടെ പക്കലിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. കോട്ടയം ആനിക്കാട് സ്വദേശിയായ ആന്റണി വിൻസെന്റാണ് കാസർഗോഡ് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്.
കൊല്ലം നെന്മലയിൽ വച്ചാണ് പ്രതിയെ പിടികൂടിയത്. 2025 സെപ്റ്റംബർ 17 മുതൽ 2026 ജനുവരി 2 വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന സ്ത്രീയെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പ്രതി ഫോണിലും വാട്സാപ്പ് വഴിയും നിരന്തരം ബന്ധപ്പെട്ട് വിശ്വാസം പിടിച്ചുപറ്റി. തുടർന്ന് വിവാഹമോചന നടപടികൾ ഹൈക്കോടതി വഴി എളുപ്പത്തിൽ തീർപ്പാക്കി നൽകാമെന്നും നിലവിലുള്ള ജീവിത പ്രശ്നങ്ങൾക്ക് പ്രത്യേക പൂജകൾ നൽകിയാൽ പരിഹാരം കാണാമെന്നും വിശ്വസിപ്പിച്ചു. ഇത് മുഖവിലക്കെടുത്ത യുവതിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പലപ്പോഴായി 13,16,731 രൂപ പ്രതി തട്ടിയെടുക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് തെന്മലയിൽ വച്ച് പ്രതി കുടുങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിച്ച് നടത്തുന്ന ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ ഇൻചാർജ് നളിനാക്ഷൻ പിയുടെ നേതൃത്വത്തിൽ SI സവ്യസാജി, ASI മാരായ രഞ്ജിത്ത് കുമാർ PK, ദിലീഷ് M, പ്രശാന്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ സവാദ് അഷ്റഫ്, വിപിൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന്റെ നൊമ്പരമായി. കാസർഗോഡ് സ്വദേശിനിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ജീവനക്കാരിയും കണ്ണൂർ സ്വദേശിയായ യുവാവുമാണ് ജീവനൊടുക്കിയത്. ഇരുവരുടെയും വിവാഹം ഡിസംബർ 26-ന് നിശ്ചയിച്ചിരുന്നു. ജീവനൊടുക്കുന്നതിലേക്കുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന് നൊമ്പരമായി. പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി വധു അനുശ്രീയാണ് കർണാടകയിലെ ഹുൻസൂരിൽ ജീവനൊടുക്കിയത്. ഇതിനു പിന്നാലെയാണ് പ്രതിശ്രുത വരൻ കണ്ണൂർ അമ്പലത്തട്ട് സ്വദേശി അമലും ജീവനൊടുക്കിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ഹുൻസൂർ ബ്രാഞ്ചിലെ ജീവനക്കാരിയായിരുന്നു. കർണാടകയിൽ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിശ്രുത വരൻ കണ്ണൂർ അമ്പലത്തട്ട് സ്വദേശി അമലും ജീവനൊടുക്കിയത്. അമൽ എറണാകുളത്ത് ബാങ്കിലെ ജീവനക്കാരനാണ്. രാവിലെ 9 മണിയോടെയാണ് നഗരത്തിലെ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. അമലിനെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു അനുശ്രീ ജീവനൊടുക്കിയത്. ഡിസംബർ 26-ന് ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. പൂച്ചക്കാട് കിഴക്കേക്കരയിലെ K ചന്ദ്രന്റെയും റീനയുടെയും മകളാണ് അനുശ്രീ. ജീവനൊടുക്കുന്നതിലേക്കുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. 2 സംഭവങ്ങളിലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. മഞ്ചേശ്വരം ഹൊസബെട്ടുവിലെ അബ്ദുൽ-റഹിമാനും 3 സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന സ്വകാര്യ മത്സ്യ മാർക്കറ്റിലായിരുന്നു കവർച്ചയുണ്ടായത്. തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിലെ ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. മഞ്ചേശ്വരം ഹൊസബെട്ടുവിലെ അബ്ദുൾ-റഹിമാനും മറ്റു 3 സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന സ്വകാര്യ മത്സ്യ മാർക്കറ്റിലാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം കച്ചവടം കഴിഞ്ഞ് അബ്ദുൾ-റഹിമാനും മറ്റുള്ളവരും പോയതായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ മാർക്കറ്റിലെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. മഞ്ചേശ്വരം പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് 2 ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 5 ഫൈബർ പെട്ടികളിലായി സൂക്ഷിച്ച 1,30,000 രൂപയുടെ മീനുകളും 5,000 രൂപയും മീനുകൾ മുറിക്കുന്ന 4 കത്തികളും കവർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ചാക്കുകളിലായി സ്കൂട്ടറിൽ മത്സ്യങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കടയിലെ CCTV ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇതിന്റെ ചുവട് പിടിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുൾ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി പ്രവർത്തനം തുടങ്ങാത്ത തൃക്കരിപ്പൂർ നടക്കാവിലെ വിവിധോദ്ദേശ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയറിഞ്ഞ് സന്ദീപ് വാര്യർ MLA നടക്കാവിലെത്തി. മലബാറിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ തൃക്കരിപ്പൂർ ആക്മി ക്ലബ്ബ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് MLA എത്തിയത്. നടക്കാവിലെ സ്റ്റേഡിയത്തിൽ ആക്മി ക്ലബ്ബ് ഭാരവാഹികളോടൊപ്പമാണ് MLA സന്ദർശനം നടത്തിയത്. കായിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്റ്റേഡിയം തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടിയും നവീകരണ പ്രവൃത്തിയും വേഗത്തിൽ സ്വീകരിക്കുമെന്ന് MLA ഉറപ്പു നൽകി. തൃക്കരിപ്പൂർ ആക്മി ക്ലബ്ബ് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, വൈസ് പ്രസിഡന്റ് വളപ്പട്ടണം റഷീദ്, ജനറൽ സെക്രട്ടറി C ഷൗക്കത്ത് അലി, ട്രഷറർ C സത്താർ, കേരള പോലീസ് ടീം മുൻ പരിശീലകൻ P കുഞ്ഞികൃഷ്ണൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M സുരേഷ് എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കോടികൾ മുടക്കി പണിത സ്റ്റേഡിയം നടത്തിപ്പിനായി പ്രൊഫഷണൽ മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക, ബാക്കിയുള്ള പണി ഉടൻ പൂർത്തിയാക്കി പാർക്കിംഗ് സ്ഥലവും പരിസരവും മനോഹരമാക്കുക,
രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ കാലപ്പഴക്കം ചെന്ന സിന്തറ്റിക് ടർഫ് മാറ്റി പ്രകൃതിദത്ത പുൽമൈതാനം അനുവദിക്കുക, ഭാവിയിൽ ടൂർണമെന്റ് നടത്തിപ്പിനുള്ള ഗാലറി പണിയാനുള്ള സ്ഥലം ഒഴിവാക്കി ചുറ്റുവേലി സ്ഥാപിക്കുക, ഏറെ മെയിൻ്റനൻസ് ആവശ്യമായ നീന്തൽക്കുളം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പരിശീലനവും സംസ്ഥാന തലത്തിലുള്ള നീന്തൽ മത്സരവും സംഘടിപ്പിക്കുക, വിവിധോദ്ദേശ സ്റ്റേഡിയം പ്രതിഭകളായ താരങ്ങൾക്ക് പരിശീലകരെ ഏർപ്പെടുത്തി തുടർച്ചയായ പരിശീലനം നടത്തുക എന്നീ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ആക്മി ഭാരവാഹികൾ MLAക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രവാസത്തിന്റെ ഓർമ്മകളുമായി കാസർഗോഡൻ കൂട്ടായ്മയുടെ ക്യൂട്ടിക് സംഗമം പ്രൗഢമായി നടന്നു. പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരികെ വന്നവരും ഇപ്പോഴും ഖത്തറിലുള്ളവരും ഒരേ വേദിയിൽ ഒത്തുകൂടിയപ്പോൾ പഴയകാലത്തെ കഥകളും കൂട്ടായ്മയുടെ ഊഷ്മളതയും നിറഞ്ഞ സായാഹ്നമായി അത് മാറി. വിദേശത്തും നാട്ടിലും ഒരുപോലെ സ്നേഹത്തിന്റെ പാലം തീർത്ത ഖത്തറിലെ കാസർഗോഡൻ കൂട്ടായ്മ ക്യൂട്ടിക് 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പറമ്പ് ന്യൂ ഗോൾഡൻ ബേക്കറി ഓഡിറ്റോറിയത്തിൽ ക്യൂട്ടിക് സംഗമം സംഘടിപ്പിച്ചു. പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരികെ വന്നവരും ഇപ്പോഴും ഖത്തറിലുള്ളവരും ഒരേ വേദിയിൽ ഒത്തുകൂടിയപ്പോൾ പഴയകാലത്തെ കഥകളും കൂട്ടായ്മയുടെ ഊഷ്മളതയും നിറഞ്ഞ സായാഹ്നമായി അത് മാറി. മാനേജിംഗ് ഡയറക്ടർ ലുക്മാനുൽ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആദം കുഞ്ഞി സ്വാഗതം പറഞ്ഞു. മഹമ്മൂദ് PA, ബഷീർ ശ്രങ്ക്, സത്താർ മദീന, ഷംസുദ്ദീൻ കോളിയാട്, ഷാഫി മാടന്നൂർ, ഹാരിസ് ഏരിയാൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ബഷീർ KFC നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വർക്കാടി പാവൂർ പൊയ്യ പ്രദേശത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഈ പ്രദേശത്ത് 10ഓളം കാട്ടുപന്നികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വോർക്കാടി പാവൂർ പൊയ്യ പ്രദേശത്ത് കാട്ടുപന്നികൾ ദുരൂഹ സാഹചര്യത്തിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് പ്രദേശവാസികളിൽ ആശങ്ക പരത്തുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഈ പ്രദേശത്ത് 10ഓളം കാട്ടുപന്നികളാണ് ചത്ത നിലയിൽ കണ്ടത്. സാധാരണയായി ഇത്തരം സംഭവങ്ങൾ ജനവാസ മേഖലകളിൽ നിന്ന് അകലെയുള്ള കാടുകളിലാണ് നടക്കാറുള്ളത് എന്നതിനാൽ പുറത്തറിയാറില്ല. എന്നാൽ നിലവിൽ ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ പന്നികൾ ചത്തുവീഴുന്നത് നാട്ടിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇതേ പ്രദേശത്ത് ഇതിനകം തന്നെ H1N1 പടർന്നു പിടിക്കുന്നുണ്ടെന്നും രോഗബാധയെ തുടർന്ന് 2 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ഈ ഗുരുതര സാഹചര്യത്തിനിടയിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭീതിയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിരിക്കുന്നത്. പന്നികളുടെ ഈ തുടർച്ചയായ മരണവും പ്രദേശത്ത് പടരുന്ന പന്നിപ്പനിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് നാട്ടുകാർ. അടിയന്തര അന്വേഷണം വേണമെന്ന ആവശ്യം, മൃഗങ്ങളുടെ ഈ ദുരൂഹ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും രോഗവ്യാപനം തടയാനും ആരോഗ്യവകുപ്പും വനം വകുപ്പും ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചത്ത പന്നികളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും രോഗപ്രതിരോധത്തിനായി അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഓർക്കാടി പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിൽ കാട്ടുപന്നികൾ ചത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3-4 ദിവസങ്ങളായി 10ൽ കൂടുതൽ കാട്ടുപന്നികളാണ് ഇവിടെ ചത്ത് കിടന്നു വീണത്. തോട്ടങ്ങളിൽ, റോഡരികളിൽ ഇങ്ങനെ കാട്ടുപന്നികൾ ചത്ത് കാണുന്ന ദൃശ്യങ്ങളാണ് നാട്ടുകാരെ ശ്രദ്ധപ്പെട്ടത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായി H1N1 കൂടുതൽ വ്യാപിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് കാരണം കൊണ്ടാണ് ഈ കാട്ടുപന്നികൾ ചാവുന്നത് എന്ന് കുറിച്ചുള്ള ഒരു അന്വേഷണം ബന്ധപ്പെട്ട അധികൃതർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഉപ്പളയിലെ K3 സെൻട്രൽ മാർട്ടിൽ 5ാം വാർഷികാഘോഷത്തിൻ്റെയും സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെയും ഭാഗമായി ഓഫർ പൂരം. ആഗസ്റ്റ് 15 മുതൽ 18 വരെയാണ് സ്പെഷ്യൽ ഓഫർ സെയിൽ. മികച്ച ഗുണമേന്മയോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 3 മുതൽ 65% വരെ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള നിരവധി ഓഫറുകളാണ് K3 സെൻട്രൽ മാർട്ടിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഉപ്പളയിലെ വ്യാപാര രംഗത്ത് പ്രൗഢിയോടെ നിലകൊള്ളുകയും നവീനമായ ഷോപ്പിംഗ് അനുഭവം പകർന്നു നൽകുകയും ചെയ്യുന്ന K3 സെൻട്രൽ മാർട്ടിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് വൻ ഓഫറുകൾ. 5ാം വാർഷികാഘോഷത്തിൻ്റെയും സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെയും ഭാഗമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആഗസ്റ്റ് 15 മുതൽ 18 വരെയാണ് സ്പെഷ്യൽ ഓഫർ സെയിൽ നടക്കുക. ഈ ദിവസങ്ങളിൽ മികച്ച ഗുണമേന്മയോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 3 മുതൽ 65% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. കൂടാതെ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ ലഭിക്കും.
ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, TV തുടങ്ങിയ വമ്പൻ സമ്മാനങ്ങളും സ്വന്തമാക്കാം. എല്ലാവിധ ഉൽപ്പന്നങ്ങൾക്കുമായി അതിവിശാലമായ സൗകര്യത്തോടെയുള്ള ഉപ്പളയിലെ ആധുനിക സംവിധാനമാണ് K3 സെൻട്രൽ മാർട്ട്. ഓരോ ഉൽപ്പന്നങ്ങളും പ്രത്യേകം സെക്ഷനുകളിലായാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് എളുപ്പവും സുഗമവുമായ ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഓഫറുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ 8078402165 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് നിക്ഷേപകരോട് SEBIയും കേന്ദ്ര സർക്കാരും കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിനും നീതി നിഷേധത്തിനുമെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു. PACL FAU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറയുന്നത് ഇപ്പൊ ഇത് SEBI എല്ലാ മാസവും ഇതിന് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്ര കൊടുത്തു, ഞങ്ങൾ ഇത്ര ലക്ഷം ആളുകൾക്ക് പൈസ കൊടുത്തു, ഇത്ര ലക്ഷം ആളുകൾക്ക് പൈസ. അതുകൊണ്ട് കോടതി അതിൽ എന്നാൽ മെല്ലെപ്പോക്ക് എന്നുള്ള കാര്യത്തിൽ കോടതിയും വിശദമായി വിമർശിച്ചിട്ടുണ്ട് SEBI. അതുകൊണ്ടാണ് ഇപ്പൊ ലാൻഡ് വിൽപ്പന കുറച്ച് ത്വരിതഗതിയിൽ നടക്കുന്നത്. PACL കമ്പനീസ് ആക്ട് പ്രകാരമാണ് ആദ്യം രജിസ്ട്രേഷനിലേക്ക് ഇന്ത്യ ഒട്ടാകെയുള്ളതാണ്. രാജസ്ഥാനിൽ വെച്ചിട്ട് ചെയ്താണ്. ഇത് സുപ്രീം കോടതിയിലും മറ്റേ രാജസ്ഥാൻ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും കമ്പനിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. കാരണം കമ്പനിയിൽ നിന്ന് ഇവർ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള നിക്ഷേപത്തിനേക്കാൾ കൂടുതൽ തുക സമാഹരിച്ചു എന്നതാണ് ഒരു വിഷയം പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ നിക്ഷേപകർക്ക് തുക തിരിച്ചു കൊടുത്തിട്ട് കമ്പനിയിൽ നിന്ന് ബാക്കി പൈസ ഇവർക്ക് ഏറ്റെടുത്തപ്പല്ലേ നിക്ഷേപകരെന്ത് കഴിച്ചു? SEBI ഇവരെ ഏറ്റെടുത്തതിന് വേറെ പൊള്ളില്ല. ഇത് ഗവൺമെന്റിന്റെ ചില നിയമ നടപടികൾ ഈ PACL കമ്പനി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പൊളിഞ്ഞ ഏതെങ്കിലും കമ്പനിന്റെ പൈസ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. R. രാധാകൃഷ്ണൻ, VK നായർ, PT സുഗുണൻ, V. രമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാഹനമോടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാട് മൂടിക്കിടന്ന പാതയോരം മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഉദിനൂർ സെൻട്രൽ പരത്തിച്ചാൽ ചവേല കൊവ്വൽ പാതയോരമാണ് കാടുവെട്ടി നീക്കി ശുചീകരണം നടത്തിയത്. ഉദിനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പരത്തിച്ചാൽ റെയിൽവേ ലിങ്ക്, പേക്കടം, ചവേലക്കോവൽ റോഡുകളുടെ ഇരുവശങ്ങളിലും കാടുമൂടിയ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. മൗലാന അബ്ദുൽ കലാം ആസാദ് കലാ കായിക വേദിയുടെ നേതൃത്വത്തിൽ ഭാരവാഹികളും പ്രവർത്തകരും ചേർന്നാണ് വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും പുല്ലും വെട്ടിനീക്കി പാതയോരം വൃത്തിയാക്കിയത്. കാടുവെട്ടു യന്ത്രങ്ങൾ ഉപയോഗിച്ചും കലാകായിക വേദി പ്രവർത്തകർ നേരിട്ടും ശുചീകരിച്ചു. ശുചീകരണത്തിന് മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദി ചെയർമാൻ AG കമറുദ്ദീൻ, TC മുസമ്മിൽ, VTK ഷാനവാസ്, അൻസാർ റോക്സ്, TP കാസിം, MTP അബൂബക്കർ മൗലവി, KU റോംലൂസ്, ഉനൈസ് എന്നിവർ നേതൃത്വം നൽകി. 2 ആഴ്ച മുമ്പ് ഉദിനൂർ സെൻട്രൽ, പരത്തിച്ചാൽ, പേക്കടം, ചവേലക്കോവൽ റോഡുകളിലെ അപകട വളവുകളിൽ കോൺവെക്സ് മിററുകളും വിവിധ കേന്ദ്രങ്ങളിൽ തെരുവ് വിളക്കുകളും മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്നു. റോഡ് സൈഡിൽ ഇരു സൈഡിലും കാടുകൾ വളർന്ന് വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഇവിടെ പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കും വാഹനം ഓടുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതുപോലെ നമ്മൾ വർഷത്താൽ ഇങ്ങനെയെല്ലാം കാടുകൾ വളരുമ്പോൾ നമ്മൾ അബുൽ കലാം ആസാദ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ ശുചീകരിക്കാറുണ്ട്. അതുപോലെ ഈ പ്രാവശ്യവും നമ്മൾ ശുചീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രവാചക സ്നേഹത്തിന്റെ സന്ദേശവുമായി മദ്ഹെ മദീന റബീഹ് കോൺഫറൻസ് ഓഗസ്റ്റ് 30 ദുബായിൽ നടക്കും. പ്രമുഖ പ്രഭാഷകൻ സിംസാറുൽ ഹഖ് ഹുദവി റബീഹ് പ്രഭാഷണം നടത്തും. മദ്ഹ് ഗാനങ്ങൾ, പ്രവാചക പ്രകീർത്തനങ്ങൾ, വിവിധ ആത്മീയ പരിപാടികൾ എന്നിവയും അരങ്ങേറും. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മദ്ഹെ മദീന റബീഹ് കോൺഫറൻസ് ഓഗസ്റ്റ് 30 വൈകിട്ട് 7 മണിക്ക് ദുബായ് KMCC PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതവും സന്ദേശങ്ങളും പ്രവാസി സമൂഹത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ എത്തിക്കുന്നതിനൊപ്പം സ്നേഹം, കാരുണ്യം, സഹിഷ്ണുത, നീതി, സാഹോദര്യം, മാനവികത തുടങ്ങിയ പ്രവാചക മൂല്യങ്ങൾ സമൂഹത്തിൽ ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രമുഖ പ്രഭാഷകൻ സിംസാറുൽ ഹഖ് ഹുദവി റബീഹ് പ്രഭാഷണം നടത്തും. മദ്ഹ് ഗാനങ്ങൾ, പ്രവാചക പ്രകീർത്തനങ്ങൾ, വിവിധ ആത്മീയ പരിപാടികൾ എന്നിവയും അരങ്ങേറും. സയ്യിദുമാർ, സാമൂഹിക, സാംസ്കാരിക, ദീനീ രംഗത്തെ പ്രമുഖർ, വ്യവസായ പ്രമുഖർ,
ദുബായ് KMCC സംസ്ഥാന, ജില്ലാ, മണ്ഡലം, മുനിസിപ്പൽ, പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. രാത്രി അന്നദാനത്തോടെയാണ് പരിപാടി സമാപിക്കുക. പ്രവാസി സമൂഹത്തിന്റെ മുഴുവൻ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി, ആക്ടിംഗ് സെക്രട്ടറി അഷ്റഫ് ബായാർ, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ എന്നിവർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSTU വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലൈബ്രറി ഹാളിൽ വനിതാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ഉപജില്ലാ, വിദ്യാഭ്യാസ ജില്ലാ, ജില്ലാ ഓഫീസുകൾ, കൈറ്റ്, SSK കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ ഏകോപനത്തിന് ആവശ്യമായ രീതിയിൽ വിദ്യാഭ്യാസ സമുച്ചയം സ്ഥാപിക്കണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ വനിതാ വിംഗ് ജില്ലാ ക്യാമ്പ് ആവശ്യപ്പെട്ടു. ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച വനിതാ ക്യാമ്പ് വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. സജീവമായി ഇടപഴകുന്ന നല്ല കഴിവുള്ള, രാഷ്ട്രീയ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അവിടെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആണ് അത്ഭുതമായിട്ടുള്ളത്. ഒരു വനിതയുടെ, ഒരു സ്ത്രീയുടെ ലോകം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അവരുടെ വീടും അവരുടെ മക്കളും മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല. മക്കളുടെ എല്ലാ കാര്യങ്ങളിലും അതീവ സൂക്ഷ്മത പാലിച്ചിരുന്ന, ശ്രദ്ധ പാലിച്ചിരുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് അതിലേറെ പ്രാധാന്യം നൽകിയിരുന്ന, ധാർമ്മികത, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങേയറ്റം മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു ലോകം ഇന്ന് ജീവിക്കുന്നത്. KSTU ജില്ലാ വനിതാ വിംഗ് കൺവീനർ ഹൈറുനിസ സ്വാഗതം പറഞ്ഞു. KSTU ജില്ലാ വനിതാ വിംഗ് ചെയർപേഴ്സൺ ഖദീജ സാലി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഗഫൂർ ദേളി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സമീർ തെക്കിൽ, ഷാഹിന ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി യൂനുസ് MT എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായ ആരിഫ MTC, മുർഷിദ PC, നാസിം CA, റംഷാദ് T, RATF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി പൈക്ക എന്നിവർ പങ്കെടുത്തു. ധാർമ്മിക മൂല്യം നഷ്ടപ്പെടുന്ന ആധുനിക സംസ്കാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആയിഷ ഫർസാന PV വനിതകൾക്കുള്ള AI ക്ലാസ് യൂസുഫ് ചെമ്മനാടും കൈകാര്യം ചെയ്തു. KSTU വനിതാ വിംഗ് ട്രഷറർ ഫാത്തിമത്ത് റസ്ലി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്താരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാവണേശ്വരം രാമഗിരി കേന്ദ്രമാക്കി ആരംഭിച്ച മാർച്ച് ചിത്താരി വില്ലേജ് ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് ശ്രീമാൻ K. കരുണാകരൻ എന്ന് പറഞ്ഞത് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമല്ല, അതുകൊണ്ട് നൽകരുത് എന്നുള്ള നിലയിലാണ് 1980 പറഞ്ഞത്. 1980 മുതൽ ഇത് 45 വർഷം കഴിഞ്ഞു കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് ഉൾപ്പെടെ പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 45 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും മാറി മാറി ഭരിച്ചു. 25 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 20 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിയുമാണ് കേരളം ഭരിച്ചത്. ഈ 25 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആദ്യം തുടങ്ങിയ 45 രൂപ ഉൾപ്പെടെ 1900 രൂപയുടെ പെൻഷൻ വർധനവ് വരുത്തി. 20 വർഷക്കാലം ഭരിച്ച ഐക്യജനാധിപത്യ മുന്നണിയും വെറും 100 രൂപയുടെ വർധനവാണ് 20 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നടത്തിയത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ക്ഷേമ പെൻഷനോട് സ്വീകരിക്കുന്ന സമീപനമെന്തെന്ന് കൃത്യമായി ബോധ്യം വരുന്നതാണ്. 25 കൊല്ലവും 20 കൊല്ലവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നാൽ 1900 രൂപയും 100 രൂപയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2000 രൂപയിലെത്തി നിൽക്കുന്ന ക്ഷേമ പെൻഷൻ
1900 രൂപയുടെ വർധനവ് വരുത്തിയതും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ക്ഷേമ പെൻഷനുകൾ പ്രത്യുൽപാദനപരമല്ലെന്ന് പറഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുൻ ഭരണകാലങ്ങളിൽ ക്ഷേമ പെൻഷനുകളിൽ കുടിശ്ശിക നിലനിന്നിരുന്നുവെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കുടിശ്ശിക ഇല്ലാതായതെന്നും വീണ്ടും അതേ കാലത്തിലേക്ക് തിരിച്ചുപോകാനാണ് ഇന്നത്തെ UDF സർക്കാർ ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പറഞ്ഞു. BKMU കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് N ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി M മുരളീധരൻ, കേരള മഹിളാ സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി P മിനി എന്നിവർ സംസാരിച്ചു. BKMU കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി P രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5000 രൂപയായി വീടുകളിൽ എത്തിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റു മേഖലയിൽ നടപ്പിലാക്കിയ ഒട്ടേറെ ഇടപെടലുകൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി വരും. എന്നിരുന്നാലും ആ ഒരു കാലയളവിൽ നടപ്പിലാക്കിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെ അതിന്റെ അനുഭവ പശ്ചാത്തലത്തിൽ ഇവിടെ വിശദീകരിക്കുന്നതോടുകൂടി അറിയിക്കാൻ കഴിയും. നമ്മുടെ ചില പൊതുപ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പായി നമ്മുടെ സംഘടന ഇനിയും നമ്മുടെ ജില്ലയിലേറെ ശക്തിപ്പെടുത്തേക്കും. നമുക്കതിന് കഴിയും. വേദിയിലായാലും സദസ്സിലായാലും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം നടത്തുന്നവരും പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തെ എല്ലാം നല്ല രീതിയിൽ പരിഗണിക്കപ്പെടുന്നവരുമാണ് ഈ വേദിയിലും സദസ്സിലുമായിട്ട് പ്രവർത്തകന്മാരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തന രീതി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട്. വേണു അച്ചേരി അധ്യക്ഷത വഹിച്ചു. ജയപാലൻ സ്വാഗതം പറഞ്ഞു. M കൃഷ്ണൻ പതാക ഉയർത്തി. CV സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും ഗിരീഷ് കീർത്തി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. VV രമേശൻ, നിശാന്ത്, ജയകുമാർ, വിശാലാക്ഷി, രമ, അനിൽകുമാർ, പവിത്രൻ, അനന്തകൃഷ്ണൻ, T കൃഷ്ണൻ, വേണു അച്ചേരി, രാജൻ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. രാവിലെയായിരുന്നു അപകടം. കാസർഗോഡ് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. പോലീസിന്റെ സംയോജിത ഇടപെടലിൽ പ്രതി പിടിയിൽ. ഉദുമ സ്വദേശിനിയുടെ പക്കൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. കോട്ടയം ആനിക്കാട് സ്വദേശി ആന്റണി വിൻസെന്റാണ് കാസർഗോഡ് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന്റെ നൊമ്പരമായി. കാസർഗോഡ് സ്വദേശിനിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ജീവനക്കാരിയും കണ്ണൂർ സ്വദേശിയുമായ യുവാവുമാണ് ജീവനൊടുക്കിയത്. തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ല. തൃക്കരിപ്പൂർ നടക്കാവിലെ വിവിധോദ്ദേശ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയറിഞ്ഞ് സന്ദീപ് വാര്യർ MLA നടക്കാവിലെത്തി. പ്രവാസത്തിന്റെ ഓർമ്മകളുമായി കാസർഗോഡൻ കൂട്ടായ്മയുടെ ക്യൂട്ടിക് സംഗമം നടന്നു. പരിപാടി പഴയകാലത്തെ കഥകളും കൂട്ടായ്മയുടെ ഊഷ്മളതയും നിറഞ്ഞ സായാഹ്നം സമ്മാനിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.